നമുക്കിന്ന് സോയാ ബോൾ വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി നോക്കാവേ. അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കൻ, ബീഫ്, മീൻ ഇതൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിനൊപ്പത്തിന് നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഈ സോയാ ബോൾ വെച്ചിട്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ സോയാ ചങ്ക്സ് എന്ന് പറയാറുണ്ട്, സോയാ ബീൻ വേറെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് സോയാ ബോളാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചെറിയ സോയാ ബോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലുത് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ചെറുതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചധികം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നോക്കുക. ഇത് നന്നായിട്ട് ഇതൊന്ന് താത്തി വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ കണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതനുസരിച്ചിട്ട് അതങ്ങ് കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതങ്ങ് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കൂടുതലെല്ലാം കുക്ക് ചെയ്യാറുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മതി. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവേ. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഫസ്റ്റ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രം ആയതുകൊണ്ട് തന്നെ ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് അങ്ങ് അടുക്കി ഒഴിക്കും. അപ്പോൾ ഞാൻ ആദ്യം സവാള ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇനി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും ഇതായി വരണം, ചൂടായിട്ട് വരണം. ഇത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമ്മളിതിന് സവാള എല്ലാം നന്നായി വഴണ്ട് വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്, കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. പിന്നെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാവേ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന സോയാ ബോൾ ഇതുപോലെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് വെള്ളമെല്ലാം മാറ്റി വയ്ക്കാം. ഇപ്പോൾ സവാളയിൽ ഇട്ട് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി മൂടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം നന്നായി പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ബോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും സോയാ ബോളും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ സോയാ ബോളിൽ നന്നായിട്ട് മസാല എല്ലാം ചേർന്ന് ഇരിക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വേണ്ട, അതിനേക്കാൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഇനി കുക്കാവാനൊന്നും ഇല്ല സോയാ ബോൾ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ പൊടിച്ച ആ മസാലയും എല്ലാം നമുക്ക് ഈ സോയാ ബോളിലേക്ക് ആയി കിട്ടും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് ഇതുമായിട്ട് മിക്സായി അത് ആ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടൊന്നും എടുക്കേണ്ട. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കറിയും ആവശ്യമായിട്ട് വരുന്നില്ല. വളരെ സിമ്പിളുമാണ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബോളിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കൊരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്